അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആകാം. അതല്ലെങ്കിൽ രാത്രി നമ്മൾ ഡിന്നറിന് കഴിക്കുന്നൊരു വിഭവമാക്കാം, അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തെ ഒരു പലഹാരമാക്കാം. അതെങ്ങനെയാണെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അതായത് ആപ്പം. ആപ്പം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം വെച്ചേക്കും. അത് അരച്ച് അല്ലെങ്കിൽ മാവ് കപ്പി കാച്ചി കുഴച്ച് അല്പസമയം വെച്ചിട്ട് അല്ല ഒരു 6 മുതൽ 8 മണിക്കൂർ സമയം വരെ അത് ഫെർമെൻറ്റ് ചെയ്യാൻ പൊങ്ങാനായിട്ട് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് അപ്പം കഴിക്കാൻ തോന്നിയാൽ എന്ത് ചെയ്യും? അപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ പുളിയൊന്നും വേണമെന്നില്ല, ഒരു ദോശ പോലെ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്കൊരു ദോശ അപ്പം തയ്യാറാക്കാം, അല്ലേ? ഒരു ഇൻസ്റ്റൻറ്റ് അപ്പം പെട്ടെന്ന് ഒരു പക്ഷേ നമുക്ക് വൈകുന്നേരത്തേക്ക് അതിഥികൾ വന്നാലോ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് വീട്ടിൽ ഗസ്റ്റ് വന്നു നമുക്ക് രാത്രിത്തേക്ക് ഡിന്നറിന് പെട്ടെന്ന് തയ്യാറാക്കാൻ തോന്നിയാൽ ഇൻസ്റ്റൻറ്റ് അപ്പം പാക്കറ്റിൽ വാങ്ങിച്ചേണമെന്നില്ല, നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടേ, അതിന് എന്തൊക്കെയാണ് ചേരുവകളെന്ന് നോക്കാം. ഇൻസ്റ്റൻറ്റ് അപ്പത്തിന് വേണ്ട ചേരുവകൾ: നല്ല ഇനം പച്ചരി 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തത്, പൊന്നിയരി കൊണ്ട് തയ്യാറാക്കിയ ചോറ് 1 കപ്പ്, തേങ്ങ ചിരകിയത് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്. അപ്പോൾ ഇതിന് വെള്ളത്തിൽ കുതിർത്ത പച്ചരി ഇത് 1 കപ്പ് വെള്ളത്തിൽ നിന്ന് ഊറ്റി റെഡിയാക്കി വെച്ചു. 1 മണിക്കൂറോ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്താലും മതി, ധാരാളം. അതിൻ്റെ കൂടെ നമ്മളുടെ വീട്ടിൽ എന്തായാലും ചോറുണ്ടാകും. അപ്പോൾ ഇത് പൊന്നിയരി വേവിച്ച ചോറാണ്, വൈറ്റ് കളറിലെ റൈസ് ഇല്ല. വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ എപ്പോഴും വൈറ്റ് റൈസ്. ഇനി വൈറ്റ് റൈസ് ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, നമ്മുടെ സാധാരണ ചമ്പാവരി ചോറാണെങ്കിലും കുഴപ്പമില്ല. ഏതാണെങ്കിലും നമ്മൾ ഉണ്ണുന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ആ അരി ചോറ് അത് 1 കപ്പ്. പിന്നെന്താ, ഏതാണ്ട് 1 കപ്പോളം തേങ്ങ ചിരകിയത്, ഇളം തേങ്ങയാണെങ്കിൽ കൂടുതൽ നല്ലത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെന്താ വേണ്ടത്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഓപ്ഷണൽ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ചേർത്ത് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് നല്ല കുറുകിയ ഒരു മാവ് തയ്യാറാക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഞാനൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ മാവ് ഇവിടെ അരച്ച് റെഡിയാക്കി കഴിഞ്ഞു. ഇതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അപ്പം എന്ന് വേണമെങ്കിലും പറയാം, അതല്ല ഇൻസ്റ്റൻറ്റ് ദോശ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഉടനെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ അയവെല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. എന്തായാലും ഇത്രയെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് അത് നന്നായിട്ട് അരയണം. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യണ്ടേ, അടുപ്പ് കത്തിക്കാം, ഒരു ദോശക്കല്ല് അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിലേക്ക് വയ്ക്കാം, തവ. എന്നിട്ട് ഇതിലേക്കാണ് കൊട്ടിക്കുന്നത്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിലും ചില നോൺ സ്റ്റിക്കിൽ നമ്മൾ ചെറുതായിട്ടൊന്നും എണ്ണ തടവിയാലും കുഴപ്പമൊന്നുമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 പാറ്റേണിൽ ചെയ്ത് നോക്കാം. ആദ്യത്തെ ഇതൊരു അപ്പത്തിൻ്റെ പാറ്റേൺ, ഒന്ന് അടച്ചിട്ട് എന്നിട്ട് ഇതിങ്ങനെ ചെയ്യാം. അടുത്തത് നമുക്ക് ദോശ പോലെ ചെയ്യാം, പല രീതിയിൽ. ചിലപ്പോൾ അത് വേറൊരു ടെക്സ്ചർ എന്ന് വെച്ചാൽ ചെറിയ ഒരട്ടി മാതിരി തോന്നും, ആ ഒരു ടേസ്റ്റാണ്. നമ്മൾ ഒരട്ടിയുടെ അതേ സ്വാദാണ് ഇതിന്, പക്ഷേ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും ടെക്സ്ചർ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഏതാണ്ട് ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് നമ്മൾ ദോശയൊക്കെ ചെയ്യുന്നതൊന്ന് തിരിച്ചിടാം. നല്ല സോഫ്റ്റാണ്. ദോശയാണെന്ന് ചോദിച്ചാൽ ദോശയല്ല, ആപ്പമാണെന്ന് ചോദിച്ചാൽ ആപ്പവും അങ്ങനത്തെ ഒരു കൺവെൻഷണൽ ആപ്പമല്ല, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ടെക്സ്ചർ, ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് അപ്പം. അപ്പോൾ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇപ്പുറത്തെ സൈഡ് ഭാഗത്തിന് ഏതാണ്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിടാം. കണ്ടല്ലോ, ഈ രീതിയിൽ ചെയ്യാം. അപ്പം ശരിക്കും നമ്മുടെ രീതിയിൽ ഇപ്പോൾ ദോശയ്ക്കാണെങ്കിലും ആപ്പത്തിനാണെങ്കിലും നമുക്ക് ഫെർമെൻറ്റേഷൻ വേണം. ഒരു 6 മുതൽ 8 മണിക്കൂർ സമയം നമ്മൾ മാവാട്ടി വെച്ചേക്കണം. പക്ഷേ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ആപ്പം അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ദോശ പോലെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അന്നേരം അരയ്ക്കുന്നു, അന്നേരം തന്നെ ചുടും. ഇതിപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടാണ് നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനെ കുറച്ചുകൂടി ലൂസാക്കാൻ വേണമെങ്കിൽ ലൂസാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കാം. അങ്ങനത്തെ രീതിയിലും കൂടി നമുക്ക് നോക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നല്ല ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പരന്ന ദോശ പോലെയും ചെയ്യാം. അങ്ങനെയാകാം. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇത് ഇച്ചിരി കട്ടിയിൽ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇച്ചിരി കൂടെ ലൂസാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നേരിയതായിട്ട് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി നേരിയതായിട്ട്.
നമ്മുടെ സെക്കൻഡ് ദോശ, ഇൻസ്റ്റൻറ്റ് ദോശ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് അപ്പം റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മൾ കുറച്ചുകൂടി ലൂസായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഒരു ദോശ മാവ് മാതിരി ചെയ്യാം, കുറച്ചുകൂടെ തിന്നർ വേർഷൻ. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് ദോശയായിട്ടോ ഇൻസ്റ്റൻറ്റ് ആപ്പമായിട്ടോ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ പല രീതിയിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത്, എങ്ങനെ വേണമെങ്കിലും ചെയ്തു നോക്കാം. ഇതൊരു ദോശ മോഡലിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. അത് കുറച്ച് കട്ടിയുള്ള മോഡല്, ഇതൊരു ആപ്പം സ്റ്റൈല്, ഇത് ദോശ പോലെ. അപ്പം എത്ര എളുപ്പത്തിൽ തന്നെ നമുക്കിങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഇത് ഭയങ്കര സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഫിഷ് കറി നല്ല കോമ്പിനേഷനാണ്, മീൻ കറി. ഇനി ചമ്മന്തി കൂട്ടി കഴിക്കാൻ വളരെ സ്വാദാണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് ചമ്മന്തി കൂട്ടി കഴിക്കാം, നോൺ വെജിറ്റേറിയൻസിന് മത്സ്യക്കറി, മീൻ കറി ആകാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ വ്യത്യസ്തമായ ഏത് തരം കറിയും കഴിക്കാം. അപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം എന്നുള്ളതാണ്. അതിൽ എന്താ പറയുക, ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമുള്ളല്ലോ. നമ്മുടെ അരി, തേങ്ങ, പിന്നെന്താ ചോറ്, ഈ 3 കാര്യങ്ങളല്ലേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കരിക്ക് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ കരിക്കപ്പം അല്ല, അപ്പോൾ കരിക്ക് ദോശയല്ല, ഇത് നമ്മൾ തേങ്ങയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ കംപ്ലീറ്റ് മാവും ചുട്ടെടുക്കാം. ഇതിൽ നിന്നും എനിക്ക് തോന്നുന്നു ഈ ടൈപ്പ് ഓഫ് ദോശയാണെങ്കിൽ ഒരു 10-12 ദോശയ്ക്ക് തികയും. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ച ചിക്കൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തൈര് കോഴിയായിരുന്നു, ദഹി ചിക്കൻ. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ 2 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് മസാല പുരട്ടി വെച്ചേക്കണം, എന്നിട്ട് തയ്യാറാക്കാം, കൂടുതൽ സ്വാദായിരിക്കും. പിന്നെ അത് 2 മണിക്കൂർ വെച്ചുണ്ടാക്കുന്നത്. രണ്ടാമത് കാണിച്ച നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ദോശ ആപ്പം കോമ്പിനേഷൻ ആണെങ്കിൽ വെച്ചേക്കേ വേണ്ട, അത് എപ്പോഴും അരയ്ക്കുന്നു ഉടനെ ഉണ്ടാക്കി തുടങ്ങും, അങ്ങനെയാണ്. എന്തായാലും ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവുന്നത്.